ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. എന്നെ കാണുന്നില്ലേ? കാണാലോ. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനൊരു അടിപൊളി വെളുത്തുള്ളി അച്ചാർ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഉണ്ടാക്കി അതിൻ്റെയും കൂടെ എടുത്തിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പാചകവും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെല്ലാം എപ്പോഴും പാചകം ഇല്ലാതെ എനിക്ക് പറ്റത്തേ ഇല്ല, ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല പാചകം ഇല്ലാതെ. അപ്പം എൻ്റെ ചേട്ടനും പാചകം അടിക്കും, ഞാനും അടിക്കും, അമ്മയും അടിക്കും, ചേച്ചിമാരടിക്കും, എല്ലാവരും പാചകം അടിക്കും. പാചകം അടിച്ചില്ലെങ്കിൽ പിന്നെ എന്തെന്നല്ലേ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അപ്പോൾ എന്താണേലും ഞാൻ പാചകം അടിച്ച് തകർക്കും എപ്പോഴും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇത് കണ്ടോ നിറച്ച് പോവാം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് വീഡിയോയിലിട്ട് പോവാം. രാവിലെ തന്നെ കൊച്ചിനെ വിട്ട് കഴിഞ്ഞ് കോളേജിൽ അവനെ വിട്ട് കഴിഞ്ഞ് ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മരടി അമ്മ കുടിക്കട്ടെ. ആദ്യം അമ്മ പ്രഗ്നൻ്റ്. അമ്മയും മോളൂടെ നല്ല ഇതാണ്. മകളും അമ്മയും ഭയങ്കര കൂട്ടാണ്. അതേസമയം പക്രുവിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇക്രുവിൻ്റെ ബക്രുവിൻ്റെ അവർ തന്നെ കുടിക്കും. ഇത് കണ്ടോ എന്തൊരു ഐക്യം നോക്കിക്കേ രണ്ടുപേരും കൂടെ. പാവല്ലേ, മനുഷ്യർക്ക് പോലും ഇല്ല ഇത്രേ ഐക്യം. മകൾ മാറി കേട്ടോ. അമ്മ ഇനി കുടിച്ചോ, അമ്മ കുടിച്ചോ എന്നും പറഞ്ഞ് മകൾ മാറി. ഞാൻ നോക്കിയപ്പോഴേ പാല് കൊടുത്തിട്ട് വന്ന് നോക്കിയപ്പം അമ്മ എപ്പോഴും പറയും വണ്ട് വന്ന് ഈ മൊട്ട് മുഴുവൻ തിന്നുവന്ന്. അവർക്ക് വേണ്ടി ഞാൻ ഒരിത് തളിച്ചിട്ടുണ്ട്. പിന്നെയും വണ്ട് വന്ന് തിന്നോ എന്നും പറഞ്ഞ് നോക്കിയപ്പോൾ വണ്ടല്ലായിരുന്നത് കേട്ടോ. അങ്ങനെ ചില റോസപ്പൂവിൻ്റെ മുട്ടയിൽ വണ്ട് കയറിയിരിക്കും അല്ലേ. ചിലതിന് കുഴപ്പമില്ല, എന്നാൽ ഇതിനൊന്നും അത്ര കുഴപ്പമില്ല കേട്ടോ. ഇതൊരു മാതിരി ചെങ്കല്ല് കളറിൽ പൂവാ. ഇവന് കുഴപ്പമില്ല. ഇവനൊരു ചെരുവുണ്ടെന്ന് തോന്നുന്നല്ലേ. ഇവനെ ഒന്ന് ശരിയാക്കി നിർത്തണം. ഇങ്ങോട്ടൊരു ചെരുവ്. ഇവിടെ ഉള്ള എല്ലാവർക്കും ചെരുവാണ്, എനിക്കും കാണും ഒരു ചെരുവല്ലേ. എന്തോ ഒരു പണിയാന്ന് നോക്കിക്കേ. ഇവനൊരു ചെരുവ് ഉണ്ടായിരുന്നാണ്, പക്ഷേ ഞാൻ ആ ചെരുവിനെ നിർത്തി കണ്ട. ഇനി എനിക്ക് പണിയില്ലേ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അടുക്കളയിലോട്ടൊക്കെ ചെല്ലണം. പിന്നെ നമ്മുടെ 6 നോക്കിയപ്പോഴത്തേക്കും ഇന്ന് നമുക്ക് കാണുന്നില്ല നമ്മുടെ അക്കരയിലുള്ള മീൻകാരനെ കേട്ടോ. നമ്മുടെ കുട്ടനാടൻ വ്ളോഗിനകത്ത് പറയുന്ന പോലെ മീൻകാരൻ ചേട്ടായി, ആ പുള്ളിയെ കാണുന്നില്ല കേട്ടോ. എന്ത് ശൂന്യമായിട്ട് നടക്കുന്നു. മഞ്ഞുണ്ട് ചെറുതായിട്ട്. അക്കരെ കൊണ്ട് പാറക്കല്ലിറക്കിയേക്കുന്നുണ്ടോ. അവിടെ ഇനി കെട്ടാൻ പോവാം. നമുക്ക് ജോലിയൊന്നും ഇല്ലാത്തപ്പം ഒരു സമയം പോക്ക് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനല്ലേ. നമ്മുടെ വാതുക്ക തന്നെ കിടക്കുന്നുണ്ടോ. ഇത്രയും ദിവസമായിട്ട് എൻ്റെ ചീരേരി 2ാമത് പാകിയായിരുന്നല്ലോ, അവരെല്ലാം കിളുത്ത് നിപ്പുണ്ട് കേട്ടോ. കണ്ട, ഇനിയിപ്പോൾ കിളുത്തോളും. എന്നിട്ട് പറിച്ച് നടാം. നമുക്ക് രാവിലെ ഉപ്പുമാവാണ്. കടുകൊക്കെ ഇട്ട് പൊട്ടി. അടുത്തത് ക്യാരറ്റ്, സബോള, ഇഞ്ചി എല്ലാം കൂടി ഇട്ട്. ഇവിടെ ഏറെ സബോളയും ക്യാരറ്റും ഒക്കെ വേണം ഉപ്പുമാവിന്. അപ്പം നമുക്കപ്പം അങ്ങനെ ഉണ്ടാക്കാനല്ലേ പറ്റൂ. അപ്പം അങ്ങനെ ഉണ്ടാക്കാം നമുക്ക്. അപ്പം നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാൻ മറന്നുപോയി കേട്ടോ. എന്നും കാണിക്കുന്നല്ലേ. ഉപ്പുമാവും പപ്പടവും ഏത്തപ്പഴമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമുക്ക് ഇന്നത്തെ കറിയിലോട്ട് പോകാം. ഇന്ന് ഈ ഗ്യാസേ ഇന്ന് എടുക്കുന്നില്ല, ഞാൻ അടുപ്പിലോട്ട് കത്തിക്കാൻ പോകാം. അപ്പം നമുക്ക് നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കാം. അടുപ്പ് കത്തിക്കാവേ. അടുപ്പെല്ലാം കത്തിച്ചോണ്ട് നമുക്ക് ഇന്നത്തെ പാചകം തുടങ്ങാം. രാവിലെ ഉപ്പുമാവ് ഗ്യാസെല്ലാം ഉണ്ടാക്കി.
നമുക്ക് നമ്മുടെ ചീനച്ചട്ടിയെ വെച്ച് കൊടുക്കാം. ഞാൻ ഇതുണ്ടാക്കിയേക്കാം. നടുപ്പത്ത മാതിരി വിറവ് കിടക്കും. ഈ ഒരു ചട്ടി എടുത്താൽ മതി, കോവയ്ക്കാൻ മതി. കൊറ്റ ഇതിനകത്ത് തന്നെ വെച്ചാൽ മതി. അപ്പൊ ഞാനേ എല്ലാം പറഞ്ഞുതരാം. മനുഷ്യൻ്റെ വെളുത്തുള്ളി മീഡിയമാണോ അല്ലെങ്കിൽ ഏറ്റവും വലുതാണ്? മീഡിയം മതി. എവിടെ കിട്ടുന്നത്? ഒത്തിരി ഏറ്റവും ചെറുത് തന്നെയാണേലും മേടിക്കണ്ട. വലുത് വാങ്ങിക്കുവാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചാൽ മതി. അല്ല, ഏത് കടയിലാണ്? പച്ചക്കറി കടയിലാണോ? ചന്തക്കകത്തുണ്ട്. പലവ്യഞ്ജനത്തിന്റെ പലവ്യഞ്ജനക്കടയില കേട്ടോ. വെളുത്തുള്ളി അച്ചാർ വെക്കാൻ പോവാം. വെളുത്തുള്ളി ഒരു 1/4 ഇഞ്ച് വേണേ. അയ്യോ, 1 കിലോ മതി. ആദ്യം നമുക്ക് വെച്ചിട്ട് 1 കിലോ വെളുത്തുള്ളി. ചേട്ടനെ കാണുന്നില്ല, എന്റെ ഭാഗം. വെളുത്തുള്ളി അച്ചാറിന് 2 കിലോണോ ചോദിക്കുമായിരുന്നു. 1 കിലോ മതിയെന്ന്. 1 കിലോ മതി. എന്നും ടൗണിൽ പോക്കല പരിപാടി. 1 കിലോ വെളുത്തുള്ളി, 1/4 കിലോ ഇഞ്ചി, 1/4 മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വിനാഗിരി ചെറിയ കുപ്പി മതി കേട്ടോ. അവിടെ വിനാഗിരി അവിടെ നിന്ന് കിട്ടിയില്ല. പുന്നക്കാണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നാൽ മതി. വിനാഗിരി, പച്ചമുളക് ഇരിപ്പുണ്ട്. ചെറിയ കുപ്പി മതി. ചെറുതില്ലെന്ന് പറഞ്ഞാൽ വലുത് തന്നെ വാങ്ങിച്ചോ കേട്ടോ. പച്ചമുളക് ഇരിപ്പുണ്ട്. പിന്നെ കറിവേപ്പിലുണ്ട്, പച്ചമുളകുണ്ട്. അത്രേ ഉള്ളൂ അതിനുള്ള. വേറെ കൊച്ചും പറ്റില്ല. വേറെ പിന്നെ എന്തെങ്കിലും ഒരു മീന്, എന്തെങ്കിലും ശകലം വറക്കാൻ വേണ്ടിട്ട്. 2 അയലക്കുഞ്ഞിരിപ്പുണ്ട്. തിന്നുവോന്ന് അറിയത്തില്ല. അത് 2 ഇരിപ്പുണ്ട്. അല്ലെ മുട്ട പൊരിച്ചാണെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്ക് കൊടുക്കാം. വൈകിട്ടത്തേക്കല്ലേ ഉള്ളൂ ഇല്ലേ? നാളെ എന്നിട്ട് വാങ്ങിക്കാം പോരെ. കടുക് പൊട്ടി കരിവേപ്പില എടുക്കാൻ വരാം. കരിവേപ്പില ഇട്ടു. നമ്മുടെ പഴമെല്ലാം ഇട്ട് കൊടുത്തേ. നമ്മുടെ ഏത്തപ്പഴമൊക്കെ വേറെ ഒന്നും വേണ്ട. വെള്ളം ഒഴിച്ച അവിടെ ഇരുന്ന് പതുക്കെ വേഗട്ടെ. നമ്മുടെ ഇതൊക്കെ നോക്കാം നമുക്ക്. എല്ലാം അടച്ചു വെച്ചേക്കോ. പറ്റിക്കഴിഞ്ഞു. നമ്മുടെ ഏത്തപ്പഴവും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം അങ്ങനെ കിടന്ന് നല്ല അടിപൊളിയായിട്ട് പറ്റി. ഇനി നമുക്ക് നമ്മുടെ എന്താ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ പുളിശ്ശേരിക്കുള്ള അരപ്പും പിന്നെ നമ്മുടെ തൈരും എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചാക്കി വെച്ചേക്കുവാണ്. അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ. കൈക്കലയും കൂടെ എടുത്തിട്ട് വന്നിട്ടൊന്ന് ഊതി കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് എടുക്കേണ്ടതല്ലേ. നമുക്ക് അരപ്പിടാവേ. അരപ്പുണ്ട് പിന്നെ തൈരും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുവാണ്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതോടെ കഴുകിയെടുക്കട്ടെ. എന്നെ കാണാവോ? പൊക്കി വെക്കട്ടെ, കാണത്തില്ലല്ലേ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു കേട്ടോ. സാധാരണ കടുക് വറക്കുമ്പോഴത്തേക്കും ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. അന്നേരം ഉപ്പിട്ട് കൊടുത്തില്ല, മറന്നുപോയി. എല്ലാം അടച്ചു വെക്കണം കേട്ടോ. ഇത് പെട്ടെന്നല്ലേ അടുപ്പത്താകുന്നത്. ഒരു കുഴപ്പം എന്നാന്നറിയാം, നമ്മളെല്ലാം എടുത്തോണ്ടൊക്കെ വെക്കണ്ടേ, അത്രയുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഉപ്പ് നോക്കാൻ എടുക്കുമ്പോ ഇതാ ആഹാ സൂപ്പറാട്ടോ. ഒന്നും ചേർക്കണ്ടേ. ഇപ്പൊ എല്ലാതായാലും കറക്റ്റായിട്ട് ചേരുന്നുണ്ട്. ഒന്ന് ഇതായാൽ മതിയേ. എന്നിട്ട് നമുക്ക് വാങ്ങാം. വാങ്ങി പാത്രം എടുത്ത് ഇത് അകത്തുകൊണ്ട് ഒഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ പുളിശ്ശേരി അങ്ങോട്ട് ഒഴിച്ചേ. ഇനി നമുക്കിതാ കോവയ്ക്ക കണ്ട, കോവയ്ക്ക മെഴുക്കോരട്ടി വെക്കാം. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഉപ്പ്, ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാ വേവിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ. അവിടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് വേഗട്ടെ. ഇവിടെ ഇരിക്കാവേ, നിങ്ങളുമായിട്ട് സംസാരിക്കാം. അപ്പൊ ഇന്നലെ ഞാൻ ലെറ്ററൊക്കെ വായിച്ചില്ല, എല്ലാവരുടെയും പേരൊക്കെ എഴുതിയ ലെറ്ററൊക്കെ വായിച്ച് ദൂരദർശനിൽ നിന്ന് ഞാൻ എല്ലാവർക്കും അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് പ്രകടിപ്പിച്ചില്ലേ. കുറെ ആൾക്കാരുടെ പേരൊക്കെ വായിക്കാനുണ്ടായിരുന്നു. ബിജീസ് കിച്ചൺ, പിന്നെ ആരായിരുന്നു, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പേര് വായിക്കാത്തവർ ആണെങ്കിൽ പോലും അവരൊന്നും വിചാരിക്കണ്ട, അവരൊക്കെ എൻ്റെ എപ്പോഴും ഉള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ള ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല അല്ലേ. പിന്നെ കുട്ടനാടൻ അത് പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇന്ന് മൂത്തയച്ചൊക്കെ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി അമ്മയും കൊണ്ടേ. അവിടുന്ന് എളുപ്പമല്ലേ, ഇവിടുന്ന് ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകുന്ന ദൂരമുള്ളവർക്ക് അമ്പലപ്പുഴ അമ്പലത്തിലോട്ട് പോകുന്നത്. അവിടെ പോയേക്കുന്നു. പിന്നെ ആരാ. അപ്പം എന്നൊക്കെയുണ്ട് വിശേഷങ്ങള്. വീഡിയോ എല്ലാവരും കാണുന്ന അബിയാന്ന് തോന്നുന്നു പറഞ്ഞേ. ചേച്ചി ഞാൻ ഫുൾ സപ്പോർട്ടുണ്ട്. ഞാനും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഞാൻ ഫുൾ സപ്പോർട്ടാ കേട്ടോ. ആരും ഒന്നും വിചാരിക്കേണ്ട, എല്ലാവർക്കും ഫുൾ സപ്പോർട്ടാ. ഇന്ന് ഇത് മാത്രമേ കറി വെക്കാനുള്ളൂ. ഇന്ന് പുളിശ്ശേരിയും കോവയ്ക്കാൻ മെഴുക്കോരട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്ത് കുഞ്ഞു അടി എന്താ നമ്മുടെ സുപ്രിയയുടെ അവിടെ നിന്ന് വന്ന കാക്കയാന്ന് തോന്നുന്നു. ഇതാ എന്റെ പിന്നെ ആട്ടുകല്ലിരിക്കുന്നുണ്ടോ പണ്ടത്തെ കാക്ക. പോകാക്കെ അപ്പം എന്തായിരുന്നു പറഞ്ഞു വന്നേ. അപ്പൊ കോവയ്ക്കാൻ മെഴുക്കോരട്ടി ഇത് മാത്രമേ ഒന്ന് വെക്കുന്നുള്ളൂ. കാരണം കുറിച്ചിപ്പീര ഇരിപ്പുണ്ടല്ലോ, മതിയല്ലോ. പുളിശ്ശേരി, കോവയ്ക്കാൻ മെഴുക്കോരട്ടി, കുറിച്ചിപ്പീര, കുറിച്ച് വറക്കാം ബസ്. ഇന്ന് മൂത്തയാള് വരും, ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ആരെങ്കിലും ഉള്ളപ്പോൾ ഒരു അനക്കല്ലേ നമുക്ക്. അവനാണെങ്കിലും അവൻ താമസിക്കുന്നിടത്ത് റൂം മാറുവാന്ന് പറഞ്ഞായിരുന്നു. തൊട്ട് വേറൊരു അവൻ്റെ ഉറ്റ ഫ്രണ്ടിൻ്റെ കൂട്ടത്തിന് ആകുവാണ്. പണ്ട് തൊട്ടേ ഉള്ള കൂട്ടുകാരാണ് അവര്. അവരുടെ ഇപ്പോഴും കൂട്ടാം. അപ്പോൾ അവൻ്റെ അടുത്തോട്ട് അങ്ങോട്ടുള്ള മാറുക അങ്ങോട്ടേക്ക് കേട്ടോ. പിന്നെ അയ്യോ എത്തുവോ? പതുക്കെ വന്നാൽ മതി, ധൃതിയൊന്നും ഇല്ല അല്ലേ. നമുക്കൊരു ധൃതിയില്ല. ചേട്ടനപ്പം ഇന്ന് നമുക്കൊരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാവേ. അതാണ് ഇന്ന് മെയിൻ എൻ്റെ റെസിപ്പി. നല്ല അടിപൊളിയായിട്ടൊരു വെളുത്തുള്ളി അച്ചാർ. ഇതിനു മുമ്പ് ചേട്ടൻ എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാലുണ്ടല്ലോ, കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ചാൽ കേടുകൂടാതെ എത്ര നാൾ വേണേലും ഇരുന്നോളും. കാരണം ചേട്ടൻ സൗദിയിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് കുറേ വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടാക്കി
കൊടുത്തു വിടുമായിരുന്നു. ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി ഫ്രണ്ട്സ്, എപ്പോഴും ഫ്രണ്ട്സിൻ്റെ വരവായിരുന്നു. ഫ്രണ്ട്സ് വരിക, എനിക്ക് അവിടുന്ന് സാധനം കെട്ടും പടി കൊടുത്തു വിടുക, പിള്ളേർക്കും ഉള്ളതും. എൻ്റെ മൂത്ത മോനും രണ്ടാമത്തെ മോനും ബേബി സോപ്പില്ലേ, അതിട്ട് എത്ര നാൾ കുളിച്ചെന്നറിയാമോ? 6 വയസ്സ് വരെ. ആരും കേൾക്കണ്ട, നാണക്കേട്. എന്നാന്നറിയോ, അതുപോലെ ബേബി സോപ്പൊക്കെ അവിടുന്ന് എനിക്ക് അയച്ചു തരുക. പിന്നെ എന്തായിരുന്നു വേറെന്താ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കേട്ടോ. എനിക്ക് അതുകൊണ്ട് സത്യം പറയണേ, എനിക്ക് ഗൾഫിലുള്ള ഒരു സാധനത്തിനോടും, ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരുന്നെന്ന് കേട്ടായില്ലേ, ചിലവർക്കൊക്കെ ഭയങ്കര ഇതല്ലേ ഓരോ സാധനങ്ങളൊക്കെ ആഗ്രഹിക്കുമ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളാണ് സത്യം. എൻ്റെ അമ്മയുടെയും ചേച്ചിമാർക്കും അതെ, അവർക്കും ഞാനുള്ളതെല്ലാം എൻ്റെ ഇതിനകത്തുനിന്ന് പങ്കു കൊടുക്കുമായിരുന്നു, 2 പേർക്കും. എന്താന്ന് പറഞ്ഞാലും ഞങ്ങളുടെ എല്ലാം കൊതി തീർന്നു. ഇപ്പം എന്താ, ചേച്ചിയുടെ മോനും ഗൾഫിലല്ലേ, അവൾക്ക് നേരത്തെ തന്നെ കൊതി തീർന്നായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ കൊതി, അമ്മയുടെ കൊതി, ഞാൻ പൊങ്ങത്തരം പറയും അല്ല കേട്ടോ, ഒന്നും വിചാരിക്കല്ല. ചേട്ടൻ എന്ത് കിലോ കണക്കിന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് വെക്കാൻ ഇടയില്ല. അലമാരി നിറഞ്ഞ് ഒരു മുറിയിലോട്ടുണ്ടല്ലോ സാധനങ്ങൾ. കൊറിയർ വരുമ്പോഴത്തേക്കും എൻ്റെ പൊന്നെ ഏറ്റവും പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്നറിയാം, കൊറിയർ വന്നു കഴിയുന്നത് ചിലപ്പോൾ 11-12 മണിക്കൊക്കെയാണ്. അവരോട് വിളിച്ച് ചേട്ടന് വപ്പറാണ് അപ്പം അവിടെ ഇരിക്കുമ്പം 12 മണി. അപ്പോൾ എനിക്ക് അതിലും വലിയ വപ്പറാണ്. അപ്പോൾ അവരോട് പിറ്റേ ദിവസം തന്നാതെ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ താമസിച്ചു, ഒത്തിരി താമസിച്ചു. പിന്നെ വേറുള്ളവർക്കെല്ലാം കൊടുത്തു, അന്നും ചിലപ്പോൾ രാത്രിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കൊറിയർ വരുമ്പോഴത്തേക്കും 12 ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു. അശ്വതിയുടെ അച്ഛൻ മോനഞ്ചേട്ടൻ, ഞാൻ പറയാം, മോനഞ്ചേട്ടനോടൊക്കെ പറയും ഒന്ന് വരണേന്ന് പറയും. അങ്ങനെയാണ് അവർ വന്ന് നിൽക്കും. പിന്നെ കുറേ പ്രായം പിള്ളേരൊക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് പേടിയൊന്നും അങ്ങനെയില്ല. അപ്പോൾ അവർ വന്ന് ഞങ്ങൾ ഇവിടെ വാതിൽ തുറന്നിട്ട് 2 പേര് വാതുക്ക ഇങ്ങനെ നിൽക്കും. പിന്നെ ഞാൻ പേടിച്ചു പോയി, അവിടെ ആരാ നിൽക്കുന്നതെന്ന് തോന്നി എനിക്ക്. അവിടെ എന്തോ ഒരു ഇതായിരുന്നു, കമ്പായിരുന്നു കേട്ടോ. അമ്മയുള്ളപ്പോൾ അങ്ങനെ പേടിക്കണ്ടല്ലോ, അമ്മ ആളകത്തുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ അന്നേരം മുറിക്കാത്തോട്ടുണ്ടല്ലോ സാധനം അങ്ങോട്ട് ഇട്ട, സത്യം പറയുവാണ് എൻ്റെ കൊതിയും മതിയും എല്ലാം തീർന്നു. കാരണം അയ്യോ, എനിക്കറിയാലോ എൻ്റെ ചേട്ടനെ ലോകത്തുള്ള ഒരു ചേട്ടന്മാരെയും പോലെ അല്ല കേട്ടോ. ഉള്ള കാര്യം പറയാം, നിങ്ങൾക്ക് ഇതുപോലത്തെ ചേട്ടന്മാർ കാണുമായിരിക്കും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണം, എന്തൊക്കെ സാധനം, ഇഞ്ചി തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഫുൾ ഒരു വീട്ടിൽ എന്തൊക്കെ സാധനം വേണോ, തേയിലയും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ പാത്രം. ഇപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ട് വെക്കുന്നത്, പിന്നെ കടലയും അതൊക്കെ, ഈസ്റ്റാന്നും പറഞ്ഞുള്ള തേയില, ഇത്രയും ഒക്കെ. മിൽക്കില്ലേ, നമ്മുടെ എന്തായിരുന്നു പാൽപ്പൊടി ഇല്ലേ, നിഡോയ, എന്റെ ദൈവമേ, നിഡോയെ നല്ല ക്വാളിറ്റി സാധനം കൊടുത്തു വിടത്തുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലാണ്ട് ചുമ്മാ കുറഞ്ഞതോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ലേ നമുക്കും അല്ലേ എന്നും പറഞ്ഞ് നല്ല സാധനം കൊടുത്തു വിടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനുണ്ടല്ലോ കൊറിയർ അയക്കാന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ചേട്ടന് നമ്മൾ ലിസ്റ്റ് എഴുതാൻ വേണ്ടി ഇങ്ങനെ എന്തൊക്കെ അയക്കുന്നെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കണം. ചേട്ടന് ചില അടുക്കളയിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ പേര് എഴുതിക്കൊണ്ടിരിക്കേ, പറയുവേ പേര് നീ. അപ്പൊ ഞാൻ പറയും, എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് മതിയോ, ഇതിനാണ് വലിയ കാര്യത്തിൽ ഇരിക്കുന്നത് എന്നും പറയൂ. ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ല കേട്ടോ. ദേഷ്യമാ വേണ്ടെന്ന് പറഞ്ഞ. ഞാൻ എന്നാന്നറിയോ, ഒത്തിരി സാധനം വാങ്ങിക്കുമ്പോ നല്ല പൈസ അല്ലേ അവിടെ നിന്നൊക്കെ അയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറയും, ചേട്ടാ ഇത്രയും മതി, നിഡോ 2 ടിന്ന് ഞാൻ പറയുവേ, ഇത് മതിയോ നിഡോ, ഈ 2 ടിന്നിനാണ് ഞാൻ കൊറിയർ അയക്കുന്നത്. എന്താണോ, എന്നിട്ട് 6 ടിന്നൊക്കെ നിഡോ എനിക്ക് അയക്കുന്നത്. പിന്നെ ഇത് എന്താ നമ്മുടെ ക്വാക്കറിന്റെ ഇതില്ലേ, എന്നായിരുന്നു ഇതിന്റെ പേര്, ഓട്സ് 12 ടിന്നൊക്കെ അയക്കുന്നത്. കാരണം ഡേറ്റ് നോക്കിയിട്ട്. മോന് എപ്പോഴും ഓട്സ് വേണമായിരുന്നു, മൂത്തവൻ. രണ്ടാമത്തവൻ തൊടത്തില്ല, കലക്കി കുടിപ്പിച്ച് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. മൂത്തവൻ കോളേജിൽ പോകുമ്പോൾ ഓട്സും കുടിച്ചേ പോത്തുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കറിയില്ല മിഠായികളോ, എന്നെ പോലെ എനിക്കിപ്പോഴും മിഠായി ഒന്നും വേണ്ടല്ലോ, എനിക്ക് കുറെ ജ്യൂസ് കിട്ടിയാൽ മതി. അത് മാത്രമേ എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ. കാശ് വേണ്ടി ബദാം ഉണ്ടല്ലോ, വേണ്ടെന്ന് പറഞ്ഞ ദേഷ്യമാണ്. ചുമ്മാ ഇവിടെ കൊണ്ടുവച്ചിട്ട് വേറെ ആൾക്കാർക്കൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ബദാമൊക്കെ. എല്ലാത്തിൻ്റെയും പങ്ക് ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കും, മിഠായി അങ്ങനെയുള്ളതൊക്കെ. പിന്നെ പല സാധനങ്ങളും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ
കൊടുത്തിട്ടുള്ള കുറെ ഫ്രണ്ട്സ് ഞാൻ കുറെ കൊടുത്ത് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബെസ്റ്റ്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ ഇവിടങ്ങളിൽ ഉള്ളവരെല്ലാം ഒരുവിധം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പക്ഷെ എനിക്ക് ബെസ്റ്റായിട്ടുള്ള തോന്നിയിട്ടുള്ള ഫ്രണ്ട്സിനെ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ബെസ്റ്റ് ഒരു ഫ്രണ്ട്സ് എനിക്കിട്ട് പാരയം പെടുന്നു ഉള്ള കാര്യം പറയുകയാണല്ലോ. വേറൊന്നുമല്ല, അതൊക്കെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ എനിക്കൊരു വലിയ മനപ്രയാസം ഉണ്ടായി. വേറെ കാര്യമൊന്നുമല്ല കേട്ടോ. അതായത് നമ്മളെ ഒരുമാതിരി ഇതാക്കി പറഞ്ഞു ഒരു കാര്യത്തിന്, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറൊന്നും ചെയ്തൊന്നും അങ്ങനൊന്നും അല്ല. നമ്മൾ മനസ്സിൽ കരുതാത്തത് വിളിച്ചു പറഞ്ഞു. അതൊരു വല്ലാത്തൊരിതായിപ്പോയി. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അല്ലേ, നമുക്കെന്താ, ആര് വേണേ എന്ത് വേണേലും കാണിച്ചോട്ടെ. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇഷ്ടംമാരും ഉണ്ട് കേട്ടോ. അവർക്ക് ഇന്നും എന്നോട് നല്ല സ്നേഹമാണ്. ഞാൻ പറയില്ല, അപ്പുറത്ത് അവൾ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, രേഖ, അശ്വതി, ഇത് പോയി. അപ്പം ഞാനിതൊന്ന് കത്തിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാരോടും ദോഷമൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ. ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ എല്ലാവർക്കും. ഇപ്പോഴും കൊടുക്കാൻ തയ്യാറാണ്. എന്നോട് ആര് എന്ത് കാണിച്ചാലും ഞാൻ അവരോട് മിണ്ടുകയും ചെയ്യും, അവർക്ക് പിന്നെയും കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെയാണ് എൻ്റെ സ്വഭാവം. പിന്നെ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ, ഞാൻ കണ്ടത് ഗൾഫിലെ സാധനം കണ്ടു മടുത്തവളാ എൻ്റെ മക്കളും. അതുകൊണ്ട് സത്യം പറയാണ്, എനിക്കൊന്നിനും കൊതിയില്ലെന്നേ. ഈ ചേട്ടനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചേട്ടനായിരുന്നു. സത്യം പറയാം, എനിക്ക് എന്തൊക്കെ സാധനം ഞാൻ വഴക്ക് പറയും ലാസ്റ്റ്. എന്തിനാണ് സോപ്പ്, എൻ്റെ പൊന്നെ എന്ത് സോപ്പാണ് ആ സോപ്പ്. എനിക്കറിയില്ല, ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ഉണ്ടായിരുന്നു സോപ്പ് ഗൾഫിലെ. ഇപ്പോഴും ചേട്ടന് ലുലുവിൽ പോകുമ്പോൾ സോപ്പ് ഗൾഫിലെ തന്നെ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ അതേ തേക്കോളൊന്നും അങ്ങനെയുള്ള അഹങ്കാരമല്ല പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ വിട്ടിട്ട് നമ്മുടെ ഇതൊക്കെ നോക്കാവേ. വരുന്നു. അപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ ഉടം വരെ നമുക്ക് നോക്കണ്ടേ. ഓ, നല്ല ബേസില് തീയൊക്കെ കത്തുന്നുണ്ടല്ലേ. എന്ത് സുഖമല്ലേ, നല്ലതായിട്ട്. ഇവിടെ ഇരുന്ന് ആവിയില്ല, അടുക്കളയിൽ നിൽക്കുന്ന അത്രയും പോലും. എന്താ അമ്മ ഇത് കണ്ടാൽ പറയാം, അവൾക്ക് ഒരു പണിയില്ല, അവള് ഒറ്റയ്ക്ക് കിടന്നുകൊണ്ട് പാടുപെടുന്നു എന്നൊക്കെ പറയും. ഇത് വല്ലതും പാടാണോ അല്ലേ. അന്നേരം അവിടെ ഇരുന്ന് മൂക്കട്ടെ. വെളുത്തുള്ളി അച്ചാറിടാം. വെളുത്തുള്ളി മേടിക്കാൻ പോയ ആൾ വന്നപ്പം നോക്കിയിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നതെന്ന്. ഇപ്പം ഞാൻ കഥകൾ പറഞ്ഞില്ലായിരുന്നോ, ഗൾഫിലായിരുന്നപ്പോൾ ഉള്ള കഥകൾ, സാധനങ്ങൾ കൊടുത്തു വിടുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നപ്പോഴും ഗൾഫാന്നാ വിചാരം. മൊത്തമായിട്ട് വരുമോ ഓരോ ദിവസവും ഓരോ കടയിലെ സാധനങ്ങൾ. മീനല്ലേ. ഇത് മൂത്ത മകന് ഇന്ന് വരുന്നതിന് അവന് സ്പെഷ്യലായിട്ടുള്ള, മറ്റവൻ പിന്നെ എല്ലാ മീനും കൂട്ടിക്കോളും. ഇല്ല, നല്ല വെളുത്തുള്ളി നല്ല. അപ്പോൾ നല്ല വെളുത്തുള്ളി, എല്ലാം നല്ല സാധനങ്ങൾ, ഇഞ്ചിയും എല്ലാം. മുട്ടൻ ഇഞ്ചി. അപ്പോൾ ഇനി ബാക്കിയെല്ലാം നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക നമുക്ക് റെഡിയായോ നോക്കിയാൽ. ഒത്തിരി മൂക്കണ്ട, ഇവിടെ ഒത്തിരി മൂക്കുന്നത് ഇഷ്ടമില്ല, കരിഞ്ഞു പോവും. കേട്ടോ, ഇത് കറക്റ്റ് പാകത്തിന് നന്നായിട്ട് ഇതായി. കണ്ട, അടുപ്പത്ത് വെച്ച ഇങ്ങനെ ഗ്യാസേൽ അതേസമയം ഇങ്ങനെ വെച്ചിട്ട് പോയിരുന്നെങ്കിൽ എത്ര ട്രിപ്പ് അടി കരിഞ്ഞാൻ. കണ്ട, ഇനി ഇത് മതി. ഇനി അടുപ്പിൻ്റെ ഇന്നത്തെ കഴിഞ്ഞു. ഗ്യാസിലാണ് വെളുത്തുള്ളി വഴറ്റുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ നല്ല പാത്രമല്ലേ, അതെല്ലാം പോത്തില്ലേ. അപ്പോഴേ ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ണ സമയമായേ. ചേട്ടനെ വിളിക്കട്ടെ, ചേട്ടനെ. ഞങ്ങൾ ചോറിനട്ടെ. ഇന്ന് ചോറൂണ് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി അച്ചാറിടാൻ വേണ്ടി വിനാഗിരി വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. ഉച്ചവർക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി അച്ചാർ വെക്കാൻ പോവാണേ. നമുക്ക് നല്ലെണ്ണയാണ് വേണ്ടി വെളുത്തുള്ളി അച്ചാറിന് കേട്ടോ. നമ്മുടെ പാനൊക്കെ ചൂടായി, അതിലോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു, ഇപ്പം വരാവേ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇടിച്ചത് ഞാൻ ഇടിച്ചാണ് കേട്ടോ. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് കടുക് നന്നായിട്ട് പൊട്ടട്ടെ. പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട്,
വെളുത്തുള്ളി വലുതൊക്കെ രണ്ടായിട്ട് കഷ്ണിച്ച് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പൊട്ടി ഇങ്ങോട്ടാവണ്ട, ഇതിനകത്ത് കിടന്ന് പൊട്ടട്ടെ, അവിടെ കിടന്ന് പൊട്ടട്ടെ, അങ്ങനെ വളർത്തിട്ടത് അല്ലേ. പൊട്ടിയിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഇതൊന്ന് വഴറ്റി കഴിയുമ്പോൾ ശകലം വഴണ്ടി കഴിയുമ്പോൾ കരിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ശകലം വഴറ്റട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നീണ്ടുപോകും. നമ്മുടെ ഇഞ്ചി അങ്ങനെ വഴണ്ടോണ്ടിരിക്കുന്നു, ആ കൂടെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഉറക്കാക്കെ കഴിഞ്ഞ് കേട്ടോ. പറഞ്ഞിട്ടില്ല ഞാൻ എന്നോട്ടേക്ക് കിടക്കുന്നു. പക്ഷെ ഒരു 2:30-2:45 ഒന്ന് മയങ്ങാൻ കിടക്കത്തുള്ളൂ. കാരണം അതുവരെ വീഡിയോ കണ്ടുകൊണ്ട് കിടക്കും ആൾക്കാരുടെ, എൻ്റെ അല്ല മറ്റുള്ളവരുടെ വീഡിയോ കണ്ടുകൊണ്ട് കിടക്കും. നമ്മളെ കാണാൻ എല്ലാ രസം. ഒരു വർഷം ജ്യൂസ് കിട്ടാൻ കാണും ഇട്ടോടനെ അല്ലേ. ഇതൊക്കെ നന്നായിട്ട് വഴഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണേ. ഇത് വഴറ്റട്ടെ, വഴറ്റിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇഞ്ചിയും കറിവേപ്പിലയും വേണ്ടു. ഇനി നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളമ്മ എല്ലാത്തിനകത്തുണ്ട്. അതാ നല്ലെണ്ണ കിടന്നങ്ങ് വഴറ്റല്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് പണി തീർക്കാം. നേരത്തെ എല്ലാം അരിഞ്ഞ് വെച്ചോണ്ടേ, ഉച്ചയ്ക്ക് മുമ്പ് ചോറുന്നതിന് മുമ്പ് എല്ലാം അരിഞ്ഞ് വെച്ചേ. അപ്പൊ ഒന്ന് ഈ ചാക്കി വെച്ചാലേ അടിപൊളിയാണ്. ഇതും കൂടെ വഴറ്റട്ടെ. ഞാൻ ആരുടെ എന്നാണ്, എനിക്ക് വെളുത്തുള്ളി അച്ചാർ പണ്ടേ ഞാൻ ഉണ്ടാക്കുക. ചേട്ടന് സൗദി വെച്ച് പൊടിച്ചു വിടുവായിരുന്നു ഇഷ്ടമാതിരി, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഞാൻ നോക്കും ഓരോരുത്തരുടെ, നമ്മൾ ഇടുന്നവരാണ്. ഞാൻ ആരുടെയാണ് ഉപയോഗിച്ചത്, എന്തച്ചാറിടാൻ പറയാൻ നോക്കുന്നത് ഷാൻജിയോടെ ചാനൽ എല്ലാവരും കാണാറുണ്ടോ? കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണേ. പെട്ടെന്ന് കാര്യം കഴിക്കും. വർത്താനമില്ല ഒന്നും. എന്നെപ്പോലെ ഇങ്ങനെ അലമ്പൊന്നുമല്ല, വർത്താനമൊന്നുമില്ല. നല്ല രസമാണ്. ജോലിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇത് വഴറ്റട്ടെ, വഴറ്റിയിട്ട് കാണിക്കാം. വെളുത്തുള്ളി വഴറ്റി കഴിഞ്ഞില്ല കേട്ടോ, ചിലരോടുണ്ട് കുറച്ചുകൂടെ വഴറ്റാനുണ്ട്. കുറച്ച് വിധമായി. അപ്പോഴത്തേക്ക് കുറച്ചിതാകുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പൂടി ഇട്ട് കൊടുക്കണേ ആവശ്യത്തിന്. പിന്നെ നമുക്ക് വേണം ചേർക്കാലോ. ഒത്തിരി വേണ്ട കേട്ടോ, നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇച്ചൂടെ വഴറ്റട്ടെ, വഴറ്റിയിട്ട് നമുക്ക് കാണാം കേട്ടോ. നല്ല ദോശയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഡലിയും ദോശയും ചോപ്പം തിന്നാൻ വേണ്ടിയിട്ട് ഇച്ചൂടെ വഴറ്റട്ടെ. അപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു. ഒത്തിരി ഭയങ്കരമായിട്ടല്ല കേട്ടോ, വെന്തു കണ്ടാ. നമുക്ക് ലേശം മഞ്ഞപ്പൊടി, ഒത്തിരി വേണ്ടേ. ലേശം കുരുമുളക്, അല്ല സോറി കേട്ടോ, കുരുമുളകിന്റെ കറിക്കല്ലേ. ലേശം ഉലുവാപ്പൊടി എടുത്തോട്ടെ. സ്പൂൺ എടുക്കാൻ പോയതായിരുന്നു ഉലുവാപ്പൊടി. ഞാൻ അറിയാതെ ഇത് എടുക്കാൻ പോയെ. അപ്പോഴൊക്കെ വൃത്തികേടല്ലേ കൈ കൊണ്ട് എടുക്കുന്നത്. നമ്മുടെ ജീന പറഞ്ഞായിരുന്നു മര്യാദയ്ക്ക് സ്പൂണൊക്കെ ഇട്ടോണമെന്ന്. എന്തിനാന്നറിയാം, എല്ലാത്തിനകത്തും ഞാൻ സ്പൂണുണ്ട്. തേയിലപ്പൊടി ഇട്ടപ്പോഴാണ് തോന്നുന്നത് കേട്ടോ. ശരിക്കും വൃത്തികേട് തന്നെ. ജീന പറഞ്ഞാൽ നല്ല ഉപകാരം കേട്ടോ. കാരണം പിന്നെ നമ്മളത് ആവർത്തിക്കും. പിന്നെ പിരിയമുളക് പൊടി കേട്ടോ, പിരിയമുളക് പൊടി ആവശ്യത്തിന് ഇടണേ. ഇത് പിന്നെ പിരിയമുളക് പൊടി മാത്രമേ ഉള്ളല്ലോ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് അത്. പിന്നെ നമ്മുടെ കായപ്പൊടി എല്ലാം കൂടെ മിക്സഡായിട്ട് നോക്കണം എത്രത്തോളം എല്ലായോ. ഒന്നിച്ച് എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അതിൻ്റെ പച്ചപ്പെല്ലാം മാറട്ടെ. ചൂട മുളക് പൊടി വേണം കേട്ടോ.
ഇച്ചിരി മുളക് പൊടി ഇട്ടേ. ഇച്ചിരി മുളക് പൊടി ഇട്ട പിന്നെ നമ്മുടെ ഏതാ വിനാഗിരി ഉപ്പും എല്ലാം ഉണ്ടോ നോക്കുക. ചൂടാറിയിട്ട് അടച്ചു വെക്കുക. ചൂടാറിയിട്ട് ഉപ്പിലിട്ട് വെക്കുക. ഉണ്ടോ നോക്കട്ടെ ആദ്യം. ഉപ്പൊക്കെ ഇച്ചിട വേണം. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാലോ. ഇച്ചിരി വിനാഗിരി ഒഴിച്ചിട്ട് നോക്കട്ടെ. വിനാഗിരി ഒഴിച്ച സൂപ്പറാട്ടോ. ഇട്ട് നമുക്ക് സൂപ്പർ. ഇച്ചിരി വിനാഗിരി ഒഴിക്കും. ചാറ് വേണമെന്നുണ്ടെ ശകലം കൂടെ വിനാഗിരി ഒഴിക്കണേ. ഒത്തിരി ചാറ് കൊള്ളത്തില്ലല്ലോ. വിനാഗിരി ഒഴിച്ച ലേശം ഉപ്പ് ഇട്ട പിന്നെ എന്നാ നമുക്ക് ഇച്ചിരി ശർക്കരയോ പഞ്ചസാരയോ വല്ല ഒരു ശകലം കേട്ടോ അതുകൂടി ഇടുക. നല്ല രസമുണ്ട് കേട്ടോ. അടച്ചു വെക്കുക. ഇനി തിളക്കൊന്നും വേണ്ട കേട്ടോ. നിർത്തിയ കാണിച്ചേ. ശകലം ശർക്കരയും കൂടെ എടുത്തോണ്ട് വരട്ടെ. അതുകൂടി ഇട്ട് നമുക്ക് ചാറ് വേണമെങ്കിൽ ശകലം കൂടെ വിനാഗിരി ഒഴിക്കാം. ഇവിടെ ചാറ് ഒത്തിരി വേണ്ട, കുഴഞ്ഞിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മുടെ വെളുത്തുള്ളി അച്ചാറ് ഇഷ്ടപ്പെട്ടല്ലോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് വേണം, ഷെയർ വേണം, കമൻറ്റ് വേണം, സബ്സ്ക്രൈബ് വേണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.